ഹായ് എസ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട്ണർ മറ്റൊരാളോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നമ്മളെക്കാൾ കൂടുതൽ എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഈ മറ്റൊരാളെന്ന് പറയുന്നത് മേ ബി അവരുടെ ഫ്രണ്ട് ആയിരിക്കാം കേട്ടോ, അവരുടെ ഫ്രണ്ട് ആവാം, അതല്ലെങ്കിൽ മറ്റൊരു അഫെയർ ആയിരിക്കാം, അങ്ങനെ അങ്ങനെ ഏതും ആകാം. അപ്പോൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ പാർട്ട്ണർ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം ഇവർ ഷെയർ ചെയ്യുന്നത് ആ ഒരു പേഴ്സണോടായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും എങ്ങനെയാണ്, നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം സംഭവിച്ചാലും സന്തോഷമായാലും സങ്കടമായാലും നമ്മൾ ആദ്യം ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ നമ്മൾ ആരുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ആ ഒരു പേഴ്സണിൻ്റെ അടുത്തായിരിക്കും. നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആ ഒരാളോടാണ് നമ്മൾ പറയുന്നുണ്ടാവുക. ഇവിടെ നിങ്ങളോടാവില്ലേ ചിലപ്പോൾ പറയുന്നുണ്ടാവുക ആ ഒരു പേഴ്സണിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പം ലേറ്റ് ആയിട്ടാകുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, യെസ് ഓൾറെഡി ഇവരിത് ആരോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു കാര്യം സംഭവിച്ച ഉടനെ തന്നെ നിങ്ങളെ അവരത് അറിയിക്കേണ്ടതാണ്, നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെ അല്ലാതെ ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി മറ്റാർക്കും അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, അവരുടെ ഒപ്പീനിയൻ അതിന് വളരെയധികം പ്രാധാന്യം ഇവർ കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് പോവുകയാണെന്ന് വെക്കുക, അതായത് ഇവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ ഇപ്പൊ ഇവര് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, ജസ്റ്റ് ചുമ്മാ ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവര് ചിലപ്പോൾ പറയാണ്, അല്ല എന്നോട് അവര്, അതായത് ആ ഒരു പേഴ്സൺ, ഞാൻ പറഞ്ഞല്ലോ മേ ബി ഫ്രണ്ട് ആയിരിക്കാം, അവരെന്നോട് ഇങ്ങനെ ചെയ്താൽ മതി, നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇനി അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യം അതവർ കേൾക്കില്ല. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കില്ല. അവർ ചെയ്യുന്നത് ആ മറ്റേ പേഴ്സൺ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കാം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു പേഴ്സൺ, ആ പേഴ്സൺ പറയുന്ന ആ ഒരു ഒപ്പീനിയനാണ് ഇവരെപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? അവിടെ അറ്റാച്ച്മെന്റ് കൂടുതലായതുകൊണ്ടായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ പോലും ആ ഒരു പേഴ്സണിന്റെ അടുത്ത് അവർ തുറന്നു പറയുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവരുടെ ലൈഫിലെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഡെയിലി ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന സമയത്ത്, ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ലൈഫിൽ നടക്കുന്ന ഓരോ മൂമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വള്ളി പുള്ളി വിടാതെ ഷെയർ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. ഇവരുടെ പേടിയാണെങ്കിലും ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണെങ്കിലും ഇവരുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്നും നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു പേഴ്സൺ ഉണ്ടല്ലോ, അതായത് നിങ്ങളല്ലാതെ മറ്റൊരു പേഴ്സൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു പേഴ്സൺ വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ നടന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുക. അതായത് ഇവർ പറഞ്ഞിട്ടാവില്ല അറിയുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത്, ഇവരുടെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. നോർമലി നമ്മൾ എല്ലാ ആളുകളും നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം നമ്മൾ പറയാ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സണിന്റെ അടുത്തായിരിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് അവരത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം ഷെയർ ചെയ്യുന്നത് മറ്റൊരു പേഴ്സണിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. സോ അങ്ങനെ അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അവര് നിങ്ങളോടല്ലാതെ മറ്റാരോടെങ്കിലുമാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നാലാമത്തെ ഒരു കാര്യം, ആ ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചിലപ്പോൾ അവരുടെ ഒരു ടോപ്പിക് എടുത്തിട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്കറിയില്ല, മേ ബി നിങ്ങൾക്ക് അവരെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഭയങ്കര ഇവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ, പാർട്ട്ണർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇവർ കാണിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇവർ കാണിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, അവരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ ആളെന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലായിരിക്കും ഇവർ ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അതായത് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുക, ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് മറ്റാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ കിട്ടാത്ത ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ, അത് ഇവർക്ക് ഇവരെ കുറിച്ച് പറയുന്ന സമയത്ത് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണർ പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും അതും ഈ പറയുന്ന പോലെ അറ്റാച്ച്മെന്റിന്റെ ഒരു ഭാഗമായിരിക്കാം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ ഡിസ്റ്റൻസ് അത് വളരെയധികം കൂടും എന്നുള്ളതാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് കുറയുമ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതും എല്ലാം കുറഞ്ഞു പോകുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് കൂടുതലായിട്ട് വരും.
അപ്പം അങ്ങനെ നമുക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് ഒന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ ജോലി തിരക്ക് കണ്ടോ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്റ്റൻസ് വരാനായിട്ട് മറ്റേതെങ്കിലും ഒരു പേഴ്സൺ കാരണമായിരിക്കാം എന്നുള്ളതാണ്. സോ എന്താണ് റീസൺ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ദേഷ്യപ്പെട്ടിട്ടല്ല, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. എന്തായാലും ഇമോഷണൽ ഡിസ്റ്റൻസും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ആ പേഴ്സൺ മറ്റാരോടും അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇവർ തന്നെ ആ ഒരാളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അവരോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്നു പറയുക. ഒരു മാറ്റത്തിന് അവർ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നുണ്ടെങ്കിൽ തയ്യാറാണെങ്കിൽ നന്നായിട്ട് തന്നെ പോവട്ടെ. അല്ലാതെ എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിൽ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. അങ്ങനെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്